വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 4ൻ്റെ താരീഖ് വിഷയത്തിലുള്ള പദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരു മോഡൽ ചോദ്യം പേപ്പറാണ് ഇവിടെ വിശദീകരിക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ 4ലെ താരീഖിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ചാപ്റ്ററിൽ നിന്നും തിരഞ്ഞെടുത്ത ഉണ്ടാക്കിയ ക്വിസ് ഉണ്ട്. അത് ഇതുവരെയായിട്ടും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മദ്രസ ഗൈഡ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് വരുന്ന ആദ്യത്തെ വെബ്സൈറ്റ് പച്ച കളറിൽ ഐക്കണുള്ള ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ക്വിസ് ബുർഹാൻ എന്ന് കാണാൻ കഴിയും. ശേഷം അതിൽ നിങ്ങൾ 4 സെലക്ട് ചെയ്യുക, താരീഖ് എടുക്കുക. ഓരോ ചാപ്റ്ററിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങളെടുത്ത് ഓരോ പാഠം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇതുവരെയായിട്ടും കിട്ടാത്തവരുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് അയച്ചു കൊടുക്കാം. നമുക്കിനി ചോദ്യം നോക്കാം. ഇപ്പോൾ 4ലെ സിലബസ് മാറിയത് കൊണ്ട് പല കുട്ടികൾക്കും ലിസാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ളവർ താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആദ്യം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ പൊതുവേ കാണുന്നതാണ്, മുകളിൽ നിന്ന് താഴേക്ക് എടുത്ത് എഴുതുന്ന പ്രവർത്തനം. ഇവിടെ അതിന് ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. രഹസ്യമായിട്ടുള്ള പ്രബോധനം അതിനെ യോജിച്ചത് മുകളിൽ ഏതാണെന്ന് നോക്കാം. രഹസ്യമായ പ്രബോധനം 3 വർഷക്കാലമാണ്. 3 വർഷക്കാലമാണ് നബിത്തങ്ങൾ രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അത് യോജിച്ചത് കിട്ടി. രണ്ടാമത്തത് എത്യോപ്യൻ രാജാവ്. എത്യോപ്യയിലെ രാജാവ് ആരായിരുന്നു? അത് നജാഷി രാജാവാണ്. നജാഷി രാജാവ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പാഠത്തിൽ. അതൊക്കെ ചെറിയൊരു പാഠമാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ അത്ര വലുതൊന്നുമല്ല സിലബസിൻ്റെ അത്ര. കഴിഞ്ഞ സിലബസിലൊക്കെ താരീഖിലൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പാഠം നീട്ടി വലിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യമൊക്കെ വളരെ ചുരുക്കിയിട്ട് പോയിൻ്റുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചൊക്കെ ഒരു ടഫ് തോന്നുന്ന ലിസാനായിരിക്കും. 3 ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ ആരാണ്? ഉമ്മു ഹബീബ ആ മഹദിയുടെ യഥാർത്ഥ പേരെന്താണ്? അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് തുടക്കത്തിൽ കാണാം റംല റളിയല്ലാഹു അൻഹ. റംല എന്നവരാണ് ഉമ്മു ഹബീബ. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇവിടെ എഴുതിയ ഉണ്ട് കേട്ടോ, വരച്ചു കൊടുക്കലല്ല എഴുതലാണ് ചെയ്യാറ് കേട്ടോ. 4 ദുഃഖവർഷം. ദുഃഖവർഷം ഏതാണ്? അതിൻ്റെ അറബി വാക്ക് മുകളിലുണ്ട്, ആമുൽ ഹുസൻ. ദുഃഖവർഷം. ആമുൽ ഹുസൻ ഏതാണെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ആമുൽ ഹുസൻ ആവാൻ കാരണം? ദുഃഖവർഷം എന്ന് പറയാൻ കാരണം എന്താണ്? മഹദിയായ അബൂ ത്വാലിബ് രോഗം ബാധിച്ച് മരണപ്പെട്ടു. അതോടൊപ്പം മഹദിയായ ഖദീജ ബീവി കുറച്ച് നാളുകൾക്ക് ശേഷം എന്ത് ചെയ്തു, വഫാത്താവുകയും ചെയ്തു. അതുകൊണ്ടാണ് ആ വർഷത്തിന് ദുഃഖവർഷം എന്ന് പറയാനുള്ള കാരണം. 5 വഅൻദിർ അശീറത്തക. വഅൻദിർ അശീറത്തക. നമുക്ക് ആമുൽ ഹുസൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കട്ടോ. ഓക്കെ, വഅൻദിർ അശീറത്തക മുകളിലുണ്ട് അൽ അഖറബീന. അൽ അഖറബീന ഇതാണ് യോജിച്ചത് കേട്ടോ. 6 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷകർത്താവ് ആരായിരുന്നു? രക്ഷകർത്താവ് അബൂ ത്വാലിബായിരുന്നു. അബൂ ത്വാലിബ്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 1 കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത്. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് വ്യക്തിയുടെ പേരിവിടെ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ നിന്ന് ആദ്യം അത് ഇസ്ലാം സ്വീകരിച്ചത്. 2 ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഖദീജ ബിയുടെ പിതാവിൻ്റെ പേരാണ് ഖുവൈലിദ് ബിൻ അസദ്. 3 ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം. ആദ്യത്തെ വഹി വഹിക്കുന്ന സമയത്ത് നബിതങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രായം 40 വയസ്സാണ്.
ആദ്യത്തെ വഹി ലഭിക്കുമ്പോൾ നബി തങ്ങൾക്കുണ്ടായിരുന്ന പ്രായം 40 വയസ്സാണ്. ഇനി 4ാമത്തെ ചോദ്യമാണ്, നജാഷി രാജാവിൻ്റെ പേര് എന്താണ്? നജാഷി രാജാവിൻ്റെ പേര് അസ്ഹിമത്ത് എന്നാണ് പേര്. ഇനി അടുത്ത പ്രവർത്തനമാണ് എണ്ണം എഴുതാം എന്നുള്ളത്. 1. എത്യോപ്യയിലേക്ക് ആദ്യം പോയത് പുരുഷന്മാരും സ്ത്രീകൾ. അതായത് ആദ്യമായിട്ട് നബി തങ്ങൾ എത്യോപ്യയിലേക്കാണ് ഹിജ്റ പോകാനുള്ള അനുവാദം കൊടുത്തത്. അപ്പോൾ ആദ്യത്തെ പോക്കിൽ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർ എത്ര പേരാണ്, സ്ത്രീകൾ എത്ര പേരാണ്? പുരുഷന്മാർ 10 പേരും സ്ത്രീകൾ 4 പേരുമാണ്. 2. എത്യോപ്യയിലേക്കുള്ള 2ാം യാത്രയിൽ രണ്ടാമത് വീണ്ടും എന്ത് ചെയ്തു? അവർ തിരിച്ചു വന്നു, വീണ്ടും എന്ത് ചെയ്തു? എത്യോപ്യയിലേക്ക് തന്നെ ഹിജ്റ പോയി. അങ്ങനത്തെ 2ാം പ്രാവശ്യം പോയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു എന്ന്. പുരുഷന്മാരാണെങ്കിൽ 83 പേരും സ്ത്രീകൾ 18 പേരുമാണ് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എപ്പോൾ? അതിൻ്റെ ഉത്തരം 1ാമത്തെ പാഠത്തിലെ 1ാമത്തെ വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന്. ഇനി 2ാമത്തെ ചോദ്യം, നജാഷി സ്വഹാബികളിൽ പെടുന്നില്ല, കാരണം എന്താ? എന്തുകൊണ്ടാണ് നജാഷി രാജാവ് സ്വഹാബിയായിട്ടില്ല? സ്വഹാബികളിൽ പെടൂല, കാരണം എന്താ? അതിനുള്ള കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാത്തതിനാലാണ്. നബി തങ്ങളെ നേരിട്ട് കാണുന്നവർക്കാണ് എന്ത് പറയുക? സ്വഹാബി എന്ന് പറയാം. അദ്ദേഹം നബി തങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി 3ാമത്തെ ചോദ്യം, ഈ പർവ്വതത്തിൻ്റെ താഴ്വരയിലൂടെ നിങ്ങളെ ആക്രമിക്കാനായി ഒരു കുതിരപ്പടയാളി സംഘം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യത്തിന് കുടുംബാംഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്താണെന്ന്. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കും, കാരണം ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ നിന്നിൽ നിന്ന് ഒരു കളവും അനുഭവിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യമാണ് 4ാമത്തെ. വിശ്വാസികൾ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തതിൻ്റെ 3 പ്രധാന കാരണങ്ങളിൽ നിന്നും 2 എണ്ണം എഴുതാം. 2 എണ്ണം എഴുതിയാൽ മതി, 3 എണ്ണം ഉണ്ട്. 1ാമത്തെ കാരണം ആവശ്യത്തിന് ആൾബലമില്ല, കുറച്ച് ആളുകളെ ഇസ്ലാമിലുള്ളൂ. 2ാമത്തത് വേണ്ടത്ര ശക്തിയുമില്ല. 3ാമത്തത് തിരിച്ചടിക്കാൻ അള്ളാഹുവിൻ്റെ അനുവാദവുമില്ല. ഇത് 2 എണ്ണം മാത്രം എഴുതിയാൽ മതിയാകും. 5ാമത്തെ ചോദ്യം, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബത്തിനും എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത്? ആരാണ്? അത് ഖുറൈശികളാണ്. അടുത്ത ചോദ്യം, പ്രവർത്തനം ഇതാണ്. ഇത് ആരാണ് പറഞ്ഞത്? 1ാമത്തെ ചോദ്യം ഇതാണ്, അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അഭയം നൽകുന്ന ഒരു രാജാവ് ഉണ്ട് അവിടെ. ഇതാര് പറഞ്ഞതാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 2. തബ്ബല്ലക അലി ഹാദ ജമഅതന. തബ്ബല്ലക അലി ഹാദ ജമഅതന. ഇത് പറഞ്ഞത് അബൂലഹബാണ്. അടുത്ത പ്രവർത്തനം ഇതാണ്, പൂരിപ്പിക്കാം. 1. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ഡാഷ്. എവിടെയാണ്? രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമിൽ വെച്ചായിരുന്നു. 2. ആമുൽ ഹുസൻ നുബുവത്തിൻ്റെ ഡാഷ്. ആമുൽ ഹുസൻ നുബുവത്തിൻ്റെ 10ാം വർഷമാണ്. അപ്പോൾ എഴുതി കൊടുക്കേണ്ടത് ആമുൽ ഹുസൻ നുബുവത്തിൻ്റെ
10-ാം വർഷമായിരുന്നു. ഇനി അവസാനത്തത് അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ 3-ാം നാൾ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. അബൂ ത്വാലിബിൻ്റെ മരണത്തിൻ്റെ 3-ാം നാൾ ഖദീജ ബീവിയും വഫാത്തായി. ഇതോടെ നമ്മുടെ താരീഖിലെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.